പൊതുചിത്രം കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് എന്താണ്? യെസ് ദിവ്യ, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കനത്ത മഴയ്ക്കിടയിൽ നമ്മൾ അങ്ങ് പോവുകയാണ്. അപ്പോൾ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ 8 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണുള്ളത്. നിലമ്പൂർ നഗരസഭ, അമരമ്പലം പഞ്ചായത്ത്, ചുങ്കത്തറ പഞ്ചായത്ത്, എടക്കര, കരുളായി, മൂത്തേടം, പോത്തുകൽ, വഴിക്കടവ്, ഇതാണ് അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. ഇതിനകത്ത് നിലമ്പൂരും, ചുവന്ന് കിടക്കുന്ന നിലമ്പൂരും, നിലമ്പൂർ നഗരസഭയും അമരമ്പലവും പോത്തുകല്ലും LDF ഭരിക്കുന്ന സ്ഥലങ്ങളാണ്. ചുങ്കത്തറ പഞ്ചായത്ത് ഈ അടുത്ത് LDF നിന്ന് UDF വന്നതാണ്. അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ UDF അനുകൂലമായി വോട്ട് ചെയ്തോടെ അവിശ്വാസം പാസ്സായി. UDF ആ മണ്ഡലം, ആ പഞ്ചായത്ത് തിരിച്ചുപിടിച്ചു. ചുങ്കത്തറ അതുൾപ്പെടെ 5-3 എന്ന നിലയിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ 2021 കണക്ക് ആകെ 2,25,356 വോട്ടർമാരായിരുന്നു നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. 1,73,205 പേർ അന്ന് വോട്ട് ചെയ്തു. 3 സ്ഥാനാർത്ഥികൾ PV അൻവർ 81,227 വോട്ടുകൾ അന്ന് നേടി. VV പ്രകാശ് 78,527 വോട്ട്. TK അശോക് കുമാർ NDA BJP സ്ഥാനാർത്ഥി, അദ്ദേഹം 8,595 വോട്ട്, 46.9% വോട്ട്. PV അൻവറിന് 45.34%, VV പ്രകാശിന് 4.96% വോട്ട്. BJP സ്ഥാനാർത്ഥിക്ക് PV അൻവറിന്റെ ഭൂരിപക്ഷം 2,700 2021. പക്ഷേ അത് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം 2016 കണക്കിലേക്ക് പോകണം. 2,06,057 വോട്ടർമാരുണ്ടായിരുന്നു. 1,62,524 വോട്ടർമാർ 2016 PV അൻവർ ആദ്യമായി മത്സരിക്കാൻ എത്തുമ്പോൾ അവിടെ വോട്ട് ചെയ്തു. PV അൻവർ 77,858 വോട്ട്, 47.91%. ആര്യാടൻ ഷൗക്കത്തിനെതിരെ അന്ന് നേടി. 66,354 വോട്ട് ആര്യാടൻ ഷൗക്കത്ത്. 40.83% വോട്ട് മാത്രമാണ് അന്ന് ആര്യാടൻ ഷൗക്കത്തിന് സമാഹരിക്കാനായത്. പക്ഷേ നമ്മൾ അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കണക്ക്, അന്നത്തെ NDA സ്ഥാനാർത്ഥി BDGSന്റെ ഗിരീഷ് മേക്കട്ടായിരുന്നു. അദ്ദേഹം 12,000 വോട്ട് അന്ന് നേടിയിരുന്നു. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ BJPയുടെ വോട്ട് കുത്തനെ കുറഞ്ഞതായിട്ട് കാണാം. 7.56% അവർക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത്. അന്ന് PV അൻവറിന്റെ ഭൂരിപക്ഷം 11,504 അതായത് 2016 നിന്ന് 2021 വരുമ്പോൾ PV അൻവറിന്റെ ഭൂരിപക്ഷം ഏതാണ്ട് ഒരു 9,000 അടുപ്പിച്ച് കുറയുന്നതാണ് അവിടെ കണ്ടത്. എന്തായാലും 8 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ട്. അവിടെ 3 ഇടത്ത് ഇപ്പോൾ LDF ആണ് ഭരിക്കുന്നത്, 5 ഇടത്ത് UDF. ദിവ്യ.